നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു EOI എന്ന്, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. എന്താണ് EOI? EOI എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇത് മെയിൻലി ഓഫ് പ്ലാനിൻ്റെ കേസിലാണ് വരുന്നത്. ഏതെങ്കിലും ഒരു ഡെവലപ്പർ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ടൈമിലാണ് EOI കൺസെപ്റ്റ് ഉള്ളത്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം, ഡമാക്കിൻ്റെ ഒരുപാട് പരസ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഡമാക് ചെൽസി റെസിഡൻസ് ഓർ ഡമാക് ഐലൻഡ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുതിയ ഇപ്പോൾ ലേറ്റസ്റ്റ് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. അങ്ങനെയൊക്കെ ഓരോന്ന് കാണുന്നുണ്ടായിരിക്കും. ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ഡമാക് ഐലൻഡ് ഫേസ് 2 ഈസ് കമ്മിങ്. ഓക്കെ, അപ്പോൾ അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് EOI കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. EOI കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു, ഓക്കെ ഞങ്ങൾ നെക്സ്റ്റ് മന്തിൽ ഡമാക് ഐലൻഡ് ഫേസ് 2 ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ആർക്കൊക്കെ യൂണിറ്റ് വേണോ, ആർക്കൊക്കെ അതിൽ പ്രോപ്പർട്ടി വേണോ, താല്പര്യമുള്ളവരൊക്കെ 100,000-ൻ്റെ 1,00,000 ദിർഹംസിൻ്റെ ചെക്ക് ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ 1,00,000 ദിർഹംസ് ഞങ്ങളുടെ ഡമാക്കിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരണം. ഓക്കെ, നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഡമാക്ക് പറയും ഞങ്ങൾക്ക് ഇത്ര എമൗണ്ട്, പല ഡെവലപ്പേഴ്സും പല എമൗണ്ടാണ് പറയാം. ബേസിക്കലി 5% ആണ് EOI എമൗണ്ടായിട്ട് വരാറുള്ളത്. ഇപ്പോൾ ഡമാക്ക് ആണെങ്കിൽ 5%, ഷോബി ആണെങ്കിൽ ഇപ്പോൾ 2%, ഇനി അല്ലാതെ അന്യൂബൊക്കെ ആണെങ്കിൽ 50,000, അങ്ങനെ ബേസ്ഡ് ഓൺ ഡെവലപ്പർ ഇറ്റ്സ് ഡിഫറെൻറ്റ്. സോ ഇതേപോലെ അവർ EOI എമൗണ്ട് കളക്ട് ചെയ്യും. എന്നിട്ട് അവർ തരുന്ന ബാങ്ക് അക്കൗണ്ടിലോട്ട്, അല്ലെങ്കിൽ അവർ തരുന്ന പേയ്മെൻറ്റ് ലിങ്ക് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് കൊടുത്തിട്ട് നമ്മൾ ഈ EOI എമൗണ്ട് പേ ചെയ്യുന്നു. 100,000 പേ ചെയ്യുന്നു ഇപ്പോൾ ഡമാക്ക് ആകുമ്പോൾ. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെസിപ്റ്റ് വരും. ഓക്കെ, നമ്മൾ ഇത്ര എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട്, ഇന്നതാണ് ആളുടെ പേര്, പിന്നെ അവിടെ റിമാർക്കിലുണ്ടാവും ഇന്ന പ്രൊജക്റ്റിന് EOI ആയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഡമാക് ഐലൻഡ് ഫേസ് 2-ന് വേണ്ടിയിട്ട് 4 ബെഡ്റൂമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എമൗണ്ട് ഡമാക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആസ് എ EOI. ഓക്കെ, ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്യും. ആ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന ടൈമിലാണ് അതിൻ്റെ സെയിൽസ് ഇവൻ്റ് ഉള്ളത്. ഓക്കെ, സെയിൽസ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റ് അവർ ലോഞ്ച് ചെയ്യും, ഇൻവെൻട്രി ഓപ്പൺ ആക്കും, നമുക്ക് വേണ്ട യൂണിറ്റുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനെ എല്ലാവരും EOI എമൗണ്ട് കൊടുത്തിടും. അപ്പോൾ ആദ്യം ആരാണോ കൊടുക്കുന്നത് അവർക്കായിരിക്കും ടോക്കൺ നമ്പർ 1, ടോക്കൺ നമ്പർ 2, ടോക്കൺ നമ്പർ 3, അങ്ങനെ ഒരു ടോക്കൺ ബേസ്ഡ് ആണ് ഇത്. ഈ ടോക്കൺ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പേയ്മെൻറ്റ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡമാക് ഐലൻഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിലാകെ 400-500 യൂണിറ്റുകളുള്ളൂ. ബട്ട് അവർക്ക് ഇതുപോലെ ടോക്കൺസ് കിട്ടിയിട്ടുണ്ടാവും. 1000 പേര് ടോക്കൺസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, 2000, 3000, 4000 പേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത്രയും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് സേഫാണ്, നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ കൊടുക്കുന്നത്. ഓക്കെ, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ഒരു ആകെ 500 യൂണിറ്റ് ഉള്ളൂ, 1000 പേര് ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ആരാണോ ഫസ്റ്റ് EOI പേ ചെയ്ത് അവർക്ക് ടോക്കൺ 1, പിന്നെ അടുത്താക്കി ടോക്കൺ 2. അങ്ങനെ ഈ സെയിൽസ് ഇവൻറ്റിൻ്റെ അന്ന് രാവിലെ അവർ പറയും, ഓക്കെ ഇന്ന ടോക്കൺസ് ഇന്ന മുതൽ രാവിലെ 9 മണി മുതൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റത്തെ ടോക്കൺ വന്നിട്ട് ഇന്ന സമയത്ത് 9 മണിക്ക് വന്നിട്ട് ബുക്ക് ചെയ്യാം, അവർക്ക് വേണ്ട യൂണിറ്റ് സെലക്ട് ചെയ്യാം. നമ്മൾ എത്രയും പെട്ടെന്ന് ഇയർലി ആയിട്ട് EOI പേ ചെയ്തിട്ടുണ്ടോ അത്രയും നല്ല യൂണിറ്റുകൾ നമുക്ക് കിട്ടും. യൂണിറ്റിൽ ഇപ്പോൾ എൻ്റെ 1ാമത്തെ ടോക്കൺ ആണെങ്കിൽ ഫസ്റ്റ് അവർ എന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ നേരെ ചെല്ലുന്നു, കംപ്ലീറ്റ് യൂണിറ്റ് ഉണ്ട്, അപ്പോൾ എനിക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ഏത് നിലയിൽ വേണം, ഏത് ഫ്ലോറിൽ വേണം, അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിൽ വേണം, എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഏത് വ്യൂ ഉള്ളത് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും, കാരണം എല്ലാ ഓപ്ഷനും ഉണ്ട്. പിന്നെ നമുക്ക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 100 ആൾ കഴിഞ്ഞിട്ട് 200 ആൾ കഴിഞ്ഞിട്ടൊക്കെയാണ് അടുത്ത ടോക്കൺ നമ്പർ, എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ടോക്കൺ നമ്പറെങ്കിൽ ആ ടൈമിൽ വരുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ പകുതിയോ മുക്കാലോ എല്ലാം തീർന്നിട്ടുണ്ടാവും. ബാക്കിയുള്ള അവൈലബിലിറ്റി എന്ന് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ അവിടെ അവൈലബിലിറ്റി കുറവായിരിക്കും, ലിമിറ്റഡ് യൂണിറ്റിൽ നിന്ന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പല ഏജൻറ്റുമാരും നിങ്ങളെ പുഷ് ചെയ്യുന്നത് പെട്ടെന്ന് ടോക്കൺ കൊടുക്കണം, ടോക്കൺ കൊടുത്താലേ നമുക്ക്, ദാറ്റ് മീൻസ് പെട്ടെന്ന് EOI കൊടുക്കണം, എന്നാലേ നമുക്ക് മുൻപിലുള്ള ടോക്കൺസ് കിട്ടുള്ളൂ എന്നുള്ളത്. പിന്നെ സം ഡെവലപ്പേഴ്സ് ലൈക്ക് ഡമാക് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹൂഎവർ പേയിങ് മോർ, ദാറ്റ് മീൻസ് ഇഫ് യു ആർ capable, not means capable, if you are paying 24%, നിങ്ങൾ 24%, അതായത് കംപ്ലീറ്റ് ഡൗൺ പേയ്മെൻറ്റ് അപ്ഫ്രണ്ട് ആയിട്ട് പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒന്നും കൂടി പ്രയോറിറ്റി കിട്ടും. ഏറ്റവും കൂടുതൽ നിങ്ങളാണല്ലോ പേ ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ പേ ചെയ്യുന്നവർക്ക് വീണ്ടും ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും, 1, 2, 3, 4. ഈ ടോട്ടൽ ഡൗൺ പേയ്മെൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞവരെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നോർമലി 5% പേ ചെയ്തവരെ അവർ കൺസിഡർ ചെയ്യുള്ളൂ.
ഇങ്ങനെയാണ് ഈ ടോക്കൺ സിസ്റ്റം വരുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു തിങ്, നിങ്ങളിപ്പോൾ ടോക്കൺ പേ ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിറ്റ് കിട്ടിയില്ല, നിങ്ങളുടെ ടോക്കൺ വന്നപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം സാധാരണ യൂണിറ്റാണ്, നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ആഗ്രഹിച്ച യൂണിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഐ ഡോണ്ട് വാണ്ട് ദിസ് ഡീൽ എന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് 15 to 30 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് ഡമാക്ക് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താണെങ്കിൽ നിങ്ങളുടെ ബാങ്കിലോട്ട്, നിങ്ങൾ കാർഡ് യൂസ് ചെയ്തേക്കാണെങ്കിൽ ആ സെയിം കാർഡിലോട്ട്, ഇനി അതല്ല നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുത്താണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ സേഫായിട്ട് കിട്ടും. അതല്ലെങ്കിൽ അവർ ക്രെഡിറ്റ് നോട്ട് തരും, നമുക്ക് ഈ ഒരു ഫണ്ട് വേറെ അവരുടെ അടുത്ത പ്രൊജക്റ്റിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഈ EOIയുടെ ഒരു സിസ്റ്റം വരുന്നത്. ബേസിക്കായിട്ട് ഒരു സമ്മറൈസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ, ഒരു പുതിയൊരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്കതിൽ നല്ല യൂണിറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു 5% 2% അവർ പറയുന്നത് ആ ഡെവലപ്പേഴ്സിന് പേ ചെയ്യുന്നു. എന്നിട്ട് സെയിൽസ് ഇവൻറ്റിൻ്റെ ദിവസം അവിടെ പോയിട്ട് നമുക്ക് വേണ്ട യൂണിറ്റുകൾ ബുക്ക് ചെയ്യുന്നു ബേസ്ഡ് ഓൺ അവർ ടോക്കൺ നമ്പർ. അത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ക്യാഷും തിരിച്ചെടുത്തിട്ട് സലാം പറയാം. ദാറ്റ് ഈസ് EOI.